ഹലോ ഗൈസ്, ഞാൻ ഇന്ന് പോകുന്നത് പാലക്കാടിലെ ഗുണ കേവിലേക്കാണ് കേട്ടോ. ഫാമിലിയോടൊത്ത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സെറ്റിംഗ് ആയിട്ടാണ് കേട്ടോ ഇത്തവണ പാലക്കാട് എക്സിബിഷൻ വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് ഇതിനുള്ളിൽ പോയിട്ട്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ഗുണ കേവ് അവർ അടിപൊളിയായി ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. 120 റുപ്പീസാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത്. 120 റുപ്പീസ് ടിക്കറ്റ് റേറ്റിന് മുതലാണ് കേട്ടോ. അത്ര ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഇതിനുള്ളിലെ കാഴ്ചകൾ എന്നൊന്ന് കണ്ടിട്ട് വരാം. ഇതിനുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടോ. പിന്നെ ഈ ഗുണ കേവിൻ്റെ ഫസ്റ്റ് മുതൽ എൻഡ് വരെയുള്ള വീഡിയോ എടുത്തിട്ട് വ്ളോഗ് ചെയ്യുന്നവർക്ക്, കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു ഫോൺ ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട് ഇവർ. അപ്പോൾ വ്ളോഗേഴ്സൊക്കെ പോയിട്ടില്ലെങ്കിൽ വേഗം പോയിട്ട് വ്ളോഗ് എടുത്ത് പോസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ സമയം കളയാതെ നമുക്കിതിനുള്ളിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഗുണ കേവ് പറഞ്ഞിട്ട് ഇവർ ഫ്രണ്ടൊക്കെ വളരെ നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഫ്രണ്ട് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനുള്ളിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ഉള്ള സൗണ്ട്സ് ഒക്കെ പുറത്തേക്ക് നല്ല ക്ലിയറായി കേൾക്കാം കേട്ടോ. അതായത് മഞ്ഞുമൽ ബോയ്സിലെ ഓരോ ഡയലോഗ്സ്, മഞ്ഞുമൽ ബോയ്സിലെ സോങ്സ്, അങ്ങനെ മഞ്ഞുമൽ ബോയ്സിലെ എല്ലാം ഇതിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് പുറത്ത് നിന്ന് ഈ സോങ്സും ഡയലോഗ്സും ഒക്കെ പോകുമ്പോൾ തന്നെ കേൾക്കാൻ പറ്റും കേട്ടോ. പോകുന്നതിന് മുന്നുള്ള അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയുള്ള സീനറീസ് ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഉള്ളിലേക്ക് പോകാം. ഗുണ കേവിന് ഉള്ളിലോട്ട് പോവുകയാണ്. ഫ്രണ്ടിൽ വലിയ ഒരു വവ്വാലിനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിലോട്ട് പോകുമ്പോൾ അവിടെ ഡെവിൾസ് കിച്ചൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല സൗണ്ട്സ് ഒക്കെ ആയിട്ട് ശരിക്കും ഒരു പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ. പ്രേതഭയപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഒന്ന് പേടിപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ അവിടെ കുറേ പ്രേതങ്ങളെയൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞുമൽ ബോയ്സിൽ കാണുന്നത് പോലെ ആ ഗുണ കേവിന് ഉള്ളിൽ പോകുമ്പോൾ ആ പാറക്കെട്ടുകളിലൊക്കെ ഓരോ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞുമൽ ബോയ്സിലെ കേവിനുള്ളിൽ സുഭാഷ് വീണ് കിടക്കുന്നത് പോലെയുള്ള ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവനെ രക്ഷപ്പെടുത്തുന്നത് പോലെയുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സിനിമയിൽ കാണുന്ന കുറേ അധികം സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പേടിപ്പെടുത്തുന്ന ഒരു ഫീലിങ്സ് കിട്ടുന്നതിന് വേണ്ടി കുറേ അസ്ഥികൂടങ്ങളെയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കമലഹാസൻ സാറിൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു. പിന്നെ കേവിനുള്ളിൽ ഒരു വാട്ടർഫാൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ അതിമനോഹരമാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ നല്ല സീനറീസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗുണ കേവിൻ്റെ ചരിത്രങ്ങൾ എഴുതിയ കുറച്ച് ബോർഡുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോർഡിൽ വായിച്ച് നമുക്ക് എങ്ങനെയാണ് ഗുണ കേവിൻ്റെ ചരിത്രം എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ അനിമൽ ബോയ്സിലെ റിയൽ ആയിട്ടുള്ള ഹീറോസിനെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കേവ്സിനുള്ളിൽ നമ്മൾ മഞ്ഞുമൽ ബോയ്സിലെ ഫിലിമിൽ കണ്ട പോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള കേവ്സ് ഒക്കെ ഗ്രില്ലിട്ട് അടച്ചു വെച്ച പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുകളിലോട്ടായിട്ട് മഞ്ഞുമൽ ബോയ്സ് എന്നും കൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ എൻഡ്. ഈ കേവിൻ്റെ എൻഡ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഗുണ കേവിൻ്റെ സീൻസ് അവസാനിക്കുന്നത് ഇവിടെയാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സ്നോ വേൾഡിലോട്ടാണ് കേട്ടോ. ഈ ഒരു ഡാർക്ക്നെസ്സിൽ നിന്നും ഒരു അടിപൊളി ലൈറ്റ്നിങ് ഒക്കെ ആയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫീലിങ്സ് ആണ് കേട്ടോ ഈ സ്നോ വേൾഡിലോട്ട് കയറുമ്പോൾ. അതിനുള്ളൊക്കെ അതിമനോഹരമായിട്ട് തന്നെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മോള് ഗുണ കേവിനുള്ളിൽ നിന്ന് പേടിച്ച് വന്നെങ്കിലും സ്നോ വേൾഡിൽ കയറിയപ്പോൾ ആൾ ആക്റ്റീവ് ആയിട്ടോ. വളരെ ഹാപ്പിയോടുകൂടിയാണ് അവൾ അവിടെയുള്ളതൊക്കെ നോക്കി കാണുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ കുട്ടി കുട്ടി കരടികൾ, സ്നോ വേൾഡിൽ ഉണ്ടാവുന്ന ആ ഫ്ലവേഴ്സ്, പിന്നെ പെൻഗ്വിൻസ്, പോളാർ ബിയേഴ്സ്, അതുപോലെ കങ്കാരു എല്ലാം ജസ്റ്റ് മൂവ്മെൻറ്റ്സ് ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുട്ടികളെ തന്നെ വളരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കാണാൻ തന്നെ ഒരു അടിപൊളി നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊന്ന് വന്ന് കാങ്കരുവിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ബേബി പുറത്തേക്ക് വരുന്ന പോലെയുള്ള ഒരു കാങ്കരുവിൻ്റെ വയറിലെ ആ പോക്കറ്റിൽ നിന്ന് ആ ബേബി പുറത്ത് വരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൽ ഞാൻ സൂം ചെയ്തൊന്ന് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വളരെ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മൾ ഫിലിമിൽ കാണുന്ന പോലെ മഞ്ഞിൽ ഉണ്ടാവുന്ന ഒരു ഡോഗ്സ് ഇല്ലേ, അതിനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നെക്സ്റ്റ് മിറാക്കിൾ ഗാർഡനിലേക്കാണ് കേട്ടോ പോകുന്നത്.
പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു മിറാക്കിൾ ഗാർഡൻ. അപ്പം അതിനുള്ളിൽ എന്താണെന്നറിയാൻ വേണ്ടി വേഗം ഓടിപ്പോയി നോക്കിയതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അടിപൊളി ഫ്ലവേഴ്സ് കൊണ്ട് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്താ പറയുക, ശരിക്കും നമ്മളൊരു ഫ്ലവേഴ്സിൻ്റെ ലോകത്ത് പോയ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അത്രയ്ക്കും മനോഹരമായിട്ട് അവർ ആ ഫ്ലവേഴ്സ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ മിറാക്കിൾ ഗാർഡനുള്ളിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു ഓരോ പ്ലേസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഏത് ആംഗിളിൽ നിന്നാണെങ്കിലും നമുക്ക് പിക്സ് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ മനോഹരമായ സ്ഥലങ്ങൾ കണ്ടാൽ പിക്സ് എടുക്കുന്ന കാരണം കുറച്ച് പിക്സ് ഞാൻ അവിടുന്ന് എടുത്തു കേട്ടോ. ഈ ഫസ്റ്റ് കാണാൻ പോവാത്തവർക്ക് അത്രയും നഷ്ടമാവുന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. എന്താന്ന് വെച്ചാൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഇപ്രാവശ്യം ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞ് ശ്രദ്ധിച്ചത് മേലത്തെ ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ. മേലെ ഫുള്ള് അംബ്രലാസ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, അത് കാണാനില്ലേ സൂപ്പറായിരുന്നു. കുറേ കളർഫുൾ ആയിട്ടുള്ള അംബ്രലാസ് വെച്ചിട്ട് ഫുൾ മേലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് സ്റ്റാളിലോട്ടാണ് കേട്ടോ. സ്റ്റോളുകൾ കുറേയൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളതിലൊക്കെ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫോട്ടോ ഫ്രെയിം സ്റ്റോളിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കിഡ്സിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന അവിടെ നല്ല റേറ്റ് കുറവായിരുന്നു, ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 ഫോട്ടോസ് ഫ്രെയിം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് തീർന്ന കാരണം അവിടുത്തെ ബാക്കി സ്റ്റോൾസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ മൊബൈൽ സ്റ്റോൾസ് ഉണ്ടായിരുന്നു, ഒരു ഫോണിൻ്റെ കവേഴ്സും അങ്ങനെയുള്ള ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയിട്ട് ഫോൺ ചാർജ് ചെയ്യാൻ കൊടുത്തിട്ടാണ് പിന്നെയാണ് ബാക്കി വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അങ്ങനെ സ്റ്റോൾസ് കഴിഞ്ഞു. ഇനി അടുത്തത് ഞങ്ങൾ എത്തി നിൽക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പ്ലേസ് ആയ പ്ലേ ഗ്രൗണ്ടിലാണ് കേട്ടോ. പ്ലേ ഗ്രൗണ്ടിൽ എത്തിയത് ഫസ്റ്റ് കണ്ടത് ഗോസ്റ്റ് ഹൗസ് ആണ്. ഗോസ്റ്റ് ഹൗസിൽ കുറച്ച് ധൈര്യമുള്ളവർ കയറാൻ പറഞ്ഞ് ഞാനും അനിയനും ഉമ്മയും മാത്രം അതിനുള്ളിൽ കയറിയുള്ളൂ. കുട്ടികളിനെയൊക്കെ കുഞ്ഞുമാൻ്റെ അടുത്താക്കിയിട്ട് ഞങ്ങൾ ഗോസ്റ്റ് ഹൗസിനുള്ളിലോട്ട് പോയി കേട്ടോ. ഗോസ്റ്റ് ഹൗസിനുള്ളിൽ ഫുൾ ഇരുട്ടായത് കൊണ്ട് അതിനുള്ളിലെ വീഡിയോസ് ഒന്നും കറക്റ്റായി കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും അതിനുള്ളിൽ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ചത്ത് എന്നും പറഞ്ഞ് ഞങ്ങൾ ഗോസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. പിന്നെ മോനെ ഒരു ബോട്ടിങ്ങിലിരുത്തി. അവൻ എവിടെ പോയാലും അതിൽ ആദ്യം ഇരിക്കും, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ അതിലിരുത്തി. പിന്നെ ഞങ്ങൾ മരണക്കിണറിലോട്ടാണ് പോയത്. മരണക്കിണറിലോട്ട് എനിക്ക് കയറാൻ ഭയമായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ ഉള്ളിൽ കാഴ്ച കണ്ട ശരിക്കും തലയൊക്കെ കറങ്ങും. എന്നാലും ഉമ്മയും അനിയനും കയറുന്ന കാരണം ഞാനും ജസ്റ്റ് ഒന്ന് ബാക്കിൽ പോയി. ഫസ്റ്റ് ഒരു പയ്യൻ ട്രയലായിട്ട് ഒരു തവണ റൈഡ് ചെയ്തിട്ട് പോയി കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ടില്ല, അവിടെ നിന്നോളാൻ പറഞ്ഞു. കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ അങ്ങനെ നിന്നു. റൈഡേഴ്സും കൂടെ വന്നു കേട്ടോ. ബൈക്കും കാറും കൂടെ അങ്ങനെ റൗണ്ട് ചെയ്ത് റൈഡ് കാണാൻ അയ്യോ, ശരിക്കും അതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ശരിക്കും നമ്മൾക്കൊക്കെ പേടി തോന്നും. എൻ്റെ കൈയൊക്കെ ഞാൻ ആ സ്റ്റാൻഡിൽ പിടിച്ചപ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ വിറയ്ക്കുകയായിരുന്നു. എനിക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ മരണക്കിണർ കണ്ടവർക്കറിയാം ശരിക്കും നമ്മുടെ ഹൃദയമൊക്കെ പടപടാന്ന് ഇരിക്കും അത് കഴിഞ്ഞ്. ഇതിനുള്ളിൽ കയറാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് കയറി നോക്കണം കേട്ടോ. കാരണം അവരുടെ ആ സ്പിരിറ്റില്ലേ, അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും വെൽ ഡൺ പെർഫോമൻസ് ആണ് കേട്ടോ. ജസ്റ്റ് അതിനുള്ളിലെ ആ റൈഡ്സ് ഒന്ന് ഞാൻ കാണിച്ചു തരാവേ.
അതും കണ്ട് താഴെ ഇറങ്ങിയിട്ടോ. ഇനി അടുത്ത റൈഡിലോട്ട് പോകണം. ഇനി ഒരു റൈഡിലും കയറില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് ട്ടോ ഇറങ്ങിയത്. അനിയനും ഉമ്മാന്റെ കയ്യും പിടിച്ച് യന്ത്രഊഞ്ഞാലിൽ കയറാൻ പോയി. എന്നെ കുറേ വിളിച്ചു. ഞാൻ ചത്താലും വരില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയില്ല. ഒന്നിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ലേ. പിന്നെ മോൻ കയറിയത് ഈ സ്പിന്നിങ് സ്ലൈഡ്സിലാണ് ട്ടോ. മോൻ കയറുന്നത് കണ്ട് മോള് വാശി പിടിച്ചിട്ട് അവളെയും കയറ്റി വിട്ടു. പക്ഷെ കയറിയപ്പോൾ ആൾക്ക് നല്ല പേടിയായി. മോൻ കുറേ ട്രൈ ചെയ്തു ട്ടോ കളിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ ആള് നല്ല പേടി. അപ്പൊ അവളിന് താഴെ മോൾക്കൊരു ബബിൾസ് വാങ്ങിക്കൊടുത്തപ്പോ അവൾ അതിലങ്ങ് സെറ്റായിട്ടോ. പിന്നെ വേറെ റൈഡ്സിലൊന്നും ഞങ്ങൾ കയറാൻ നിന്നില്ല. നല്ല നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിട്ടോ. എന്തായാലും ഇത്തവണത്തെ പാലക്കാട് ഫെസ്റ്റ് അടിപൊളിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ട്ടോ. അപ്പൊ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം അറിയിക്കണേ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്ന്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഗുണ കേവിലെ കാഴ്ചകളുമായിട്ടുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.